സർക്കാർ ജീവനക്കാരായിട്ട് അംഗീകരിക്കണം അല്ലേ? 21,000 രൂപ മാസശമ്പളം കൊടുക്കണം, വിരമിക്കൽ ആനുകൂല്യങ്ങൾ കൊടുക്കണം. പിന്നെ ആ ക്ഷേമനിധി ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങൾ നിയമസഭയിൽ പറഞ്ഞു കേട്ടോ. ക്ഷേമനിധി കിട്ടിയിട്ട് എത്ര ആളായി? ഇപ്പൊ റിട്ടയർ ചെയ്ത ആർക്കും കാശില്ല, ഒരു മാറ്റവും ഇല്ല. ഒരുപാട് ജോലി തോന്നും, പല ഗഡുക്കളായിട്ട് ശമ്പളം കൊടുക്കും. ആ ശമ്പളം തന്നെ ഓഫീസിന്റെ ചെലവ്, ഈ സെക്രട്ടേറിയറ്റിലെ ചെലവ് വഹിക്കുന്നത് ഇവിടുത്തെ കമ്പനിയിൽ കൊടുക്കുന്ന ഇവിടുത്തെ ജീവനക്കാരാണോ? വേറെ എവിടെയെങ്കിലും ആണ്, ഏതെങ്കിലും ഓഫീസിൽ, സർക്കാർ ഓഫീസിലോ സ്വകാര്യ ഓഫീസിലോ അവിടെ ജോലി ചെയ്യുന്ന ജീവനക്കാർ. ഞാൻ പറയുന്നു, ഇത് കേരളത്തിന് അപമാനമാണ്. കേരളത്തിന് ഞാനടക്കമുള്ള ജനപ്രതിനിധികൾ നിങ്ങളുടെ മുന്നിൽ തലകുനിച്ച് നിൽക്കണം. അപമാന ഭാരത ഒരുപാട് വിഷയങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ. സർക്കാർ ജീവനക്കാരായിട്ട് അംഗീകരിക്കണം അല്ലേ? 21,000 രൂപ മാസശമ്പളം കൊടുക്കണം, വിരമിക്കൽ ആനുകൂല്യങ്ങൾ കൊടുക്കണം. പിന്നെ ആ ക്ഷേമനിധി ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങൾ നിയമസഭയിൽ പറഞ്ഞു കേട്ടോ. ക്ഷേമനിധി കിട്ടിയിട്ട് എത്ര ആളായി? ഇപ്പൊ റിട്ടയർ ചെയ്ത ആർക്കും കാശില്ല. 22-ലെ പെൻഷൻ കിട്ടുന്നില്ല, ഒരു ക്ഷേമനിധി ആനുകൂല്യങ്ങളും ഇല്ല. 8 അംഗൻവാടി ക്ഷേമനിധിയുടെ കാര്യത്തിൽ തീരുമാനമായി, തോന്നിയ പോലെ പോവുകയാണത്. ഞങ്ങൾ നിയമസഭയിൽ അതിശക്തമായി ആ കാര്യം അവതരിപ്പിച്ചു. ക്ഷേമനിധി ആനുകൂല്യങ്ങൾ സംബന്ധിച്ച് അതിശക്തമായി ഈ കഴിഞ്ഞ ദിവസമാണ് പ്രത്യേകമായി എടുത്ത് നിങ്ങളുടെ കാര്യങ്ങൾ പ്രത്യേകമായി എടുത്തു പറഞ്ഞു. മിക്ക ക്ഷേമനിധികളും നോക്കാണ്, അതിൽ നിങ്ങളുടെ ക്ഷേമനിധി വളരെ അപകടകരമായ നിലയിലെത്തിയിരിക്കുന്നു. ആ ക്ഷേമനിധി സംരക്ഷിക്കണം, ആ ക്ഷേമനിധിയെ ശക്തിപ്പെടുത്തണം തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾ ആവശ്യമായിട്ട് മുന്നോട്ട് വെച്ചിരിക്കുന്നു. റിട്ടയർ ചെയ്യുമ്പോഴുള്ള ഗ്രാറ്റുവിറ്റി കോടതി വിധിയുണ്ട്, സുപ്രീം കോടതി വിധിയുണ്ട്, ഇവിടെ അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു. എന്നിട്ട് ഇതുവരെ അത് വിതരണം ചെയ്യുന്നില്ല. ഒരു ആനുകൂല്യങ്ങളും വിതരണം, മോശം ഭക്ഷ്യ സാധനങ്ങൾ കൊടുക്കുന്നു. അതെ, അതുപോലെയുള്ള ഒരുപാട് ആനുകൂല്യങ്ങൾ നിങ്ങൾ ESI ആനുകൂല്യങ്ങൾ കിട്ടുന്നില്ല തുടങ്ങിയ 10 പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഈ സമരം നടത്തുന്നത്. ഞാൻ ഉത്സവ ഭത്ത വർദ്ധിപ്പിക്കണം, 1,200 രൂപ 5,000 രൂപയാക്കി വർദ്ധിപ്പിക്കണം തുടങ്ങിയ 10 ആവശ്യങ്ങൾ. ഞാൻ അധ്യക്ഷൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടാണ് ഞാൻ എല്ലാ വിഷയങ്ങളും ആവർത്തിക്കാത്തത്. എനിക്ക് കാണാതെ അറിയാം, 10 ആവശ്യങ്ങളും കാണാതെ അറിയാം. ഞങ്ങൾ പറയുന്നു, ഒന്നുകൂടി നിങ്ങളുടെ വിഷയം അതിശക്തമായി കേരളത്തിലെ നിയമസഭയിൽ നിങ്ങളുടേത് മാത്രമായി അവതരിക്കും. പിന്നെ ഓരോ സമരം കാണുമ്പോൾ നമുക്ക് കണ്ടറിയാം സമരം എങ്ങോട്ട് പോകുന്നു. നിങ്ങളുടെ ഈ ആവേശം കണ്ട് ഞാൻ പറയുന്നു, ഈ സമരം വിജയിക്കുക തന്നെ ചെയ്യും. ഒരു സംശയമുണ്ട്, ഈ സമരം വിജയിക്കണം. ഈ സമരം വിജയിക്കുന്നത് അധ്വാനിക്കുന്നവരെ, പ്രയാസപ്പെടുന്നവരെ, കഷ്ടപ്പെടുന്നവർക്ക് ന്യായമായ വേതനവും ആനുകൂല്യവും കൊടുക്കണമെന്നുള്ള ഒരു ന്യായമായ ആവശ്യം മുന്നിൽ വെച്ചുകൊണ്ട് കേരളത്തിലെ സ്ത്രീകൾ നടത്തുന്ന സമരമാണ്. ഈ സമരം ജയിച്ചേ മതിയാവും. ഈ സമരത്തിലൂടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ സ്ത്രീ ശക്തി എന്താണ് എന്ന് ഇവിടെ ഇരിക്കുന്നവർക്ക്, ഈ അധികാര കേന്ദ്രങ്ങളിൽ ഇരിക്കുന്നവർക്ക് നമുക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഉറപ്പായിട്ടും നിങ്ങളോടൊപ്പം എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങളുണ്ടാകും, കൂടെ ഉണ്ടാകും. ഒരു കാര്യത്തിൽ സംശയമില്ല, ഇത് വിജയം നേടുന്നതുവരെ ഈ സമരത്തോടൊപ്പം എല്ലാ തരത്തിലുള്ള പിന്തുണയും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുഴുവൻ പിന്തുണയും നിങ്ങൾക്കുണ്ടാകും എന്ന് ഞാൻ അറിയുന്നു. ഞാൻ ഈ അജയ് തറയിലെയും സഹപ്രവർത്തകരെയും നിങ്ങളെല്ലാവരെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. എവിടെ ചെന്നാലും, മണ്ഡലത്തിൽ പോയാലും, കാസർഗോഡ് പോയാലും, തിരുവനന്തപുരത്ത് വന്നാലും ഒരു അംഗൻവാടി ജീവനക്കാരിയെ കാണാതെ പോകാൻ പറ്റില്ലല്ലോ. എവിടെ ചെന്നാലും കാണാം. അപ്പോഴെല്ലാവരും പറയുന്ന പരാതിയാണ്. അവരുടെ പരാതി ഗൗരവമായി എടുത്ത് സംസ്ഥാന തലത്തിൽ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ ഒരു സമര കൊടുങ്കാറ്റാക്കി അതിനെ മാറ്റാൻ മുൻകൈയെടുത്ത ഈ സംഘടനയെ, അതിന്റെ ഭാരവാഹികളെ ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട്, അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സമരത്തിൽ പങ്കെടുക്കുന്ന എല്ലാ സഹോദരിമാരെയും പ്രത്യേകമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ വരാൻ പോവാണ് ബാക്കി ജില്ലകളിൽ നിന്നൊക്കെ.
നിങ്ങൾ തിരുവനന്തപുരത്തുകാരാണ്. അപ്പൊ നിങ്ങൾക്കൊരു പ്രത്യേക ശ്രദ്ധ സമരത്തിൽ നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവും. ഞങ്ങളുടെ ആവശ്യം ഞങ്ങളെ സർക്കാർ ജീവനക്കാരായി അംഗീകരിക്കുക, അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമതായിട്ട് ESI ആനുകൂല്യം അനുവദിക്കുക. പിന്നെ അതേപോലെ തന്നെ 54,000 രൂപ ഓണറേറ്റിൽ നിന്ന് ശമ്പളം മാറ്റുന്നത് 54,000 രൂപ അടിസ്ഥാന ശമ്പളമാണ്. വിരമിക്കൽ ആനുകൂല്യം ഞങ്ങൾക്ക് 5 ലക്ഷം രൂപയാണ്. ഇതാണ് ഞങ്ങളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കാര്യം. സർക്കാർ ജീവനക്കാരായിട്ട് ഞങ്ങൾ ഇതുവരെ അംഗീകരിച്ചത് ഈ ചെയ്യുന്ന ജോലി ഒരു ടീച്ചറുടെ ഒരു അംഗൻവാടി വർക്കറുടെ ജോലിയല്ല ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ഏരിയയിലെ മുഴുവൻ കാര്യങ്ങളും, അതായത് ഒരു വീട്ടിലെ ഒരു പെണ്ണ് ഗർഭിണിയായാൽ, ഒരു സ്ത്രീ ഗർഭിണിയായാൽ ഒരു കൊച്ചിന് അതിൻ്റെ 6 വയസ്സ് വരെയുള്ള കാര്യങ്ങൾ, കൂടാതെ ഏജ് കുട്ടികളുടെ കാര്യങ്ങൾ, ആ ഏരിയയിലുള്ള മുഴുവൻ കാര്യങ്ങളും ഏറ്റെടുത്ത് ഞങ്ങളുടെ സ്വന്തം കാര്യം ചെയ്യുന്ന ജോലിയാണ് ഞങ്ങൾ ചെയ്യുന്നത്. അധിക ജോലി ചെയ്ത് ഞങ്ങൾക്ക് അധിക വേതനമില്ല. ഒന്നാമത്തെ കാര്യം, അധിക ജോലിക്ക് അധിക വേതനമില്ല. അതോടൊപ്പം തന്നെ ഞങ്ങൾ എന്ത് പഞ്ചായത്ത് പറയുന്ന ജോലിയായാലും, സർക്കാരല്ല പഞ്ചായത്ത് പറഞ്ഞ സീലടിക്കുന്ന പണിക്കാർ, അതൊക്കെ ഞങ്ങളാണ് ചെയ്യുന്നത്. അതൊക്കെ എന്തൊരു വിരോധാഭാസമായ കാര്യമാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഒരു ജോലി സമയത്ത് ഞങ്ങൾക്ക് കൃത്യനിഷ്ഠതയില്ല. 9 മണിക്ക് ഞങ്ങൾ ചെന്ന് ഞങ്ങൾക്ക് 5 മണി 5:30 വരെ ഞങ്ങൾക്ക് അതിന് സമയനിഷ്ഠയില്ല ഞങ്ങൾക്ക് എപ്പോഴും. അതോടൊപ്പം തന്നെ നമുക്കൊരു ക്യാഷ് ഫോൺ തന്നിട്ടുണ്ട്, ഫോണിൽ തന്നെ. അത് നമുക്ക് ആ ഫോൺ ഇല്ലാതെയായിട്ട് വർഷങ്ങളായ ചട്ടുകയാണ്. അത് ഞങ്ങൾ സ്വന്തം പേഴ്സണൽ ഫോണിലാണ് ഞങ്ങളുടെ അംഗൻവാടി ഏരിയയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. അതിനുള്ള ചാർജ് പോലും അവർ തരുന്നില്ല. അതിൻ്റെ ഇൻസെൻറ്റീവ് ഞങ്ങൾക്ക് കിട്ടുന്നില്ല. ഈ ജോലി ചെയ്യുക മാത്രം, ജോലിക്ക് അനുസരിച്ചുള്ള വരുമാനം പോലും ഞങ്ങൾക്കില്ല എന്നുള്ളത്. ഞങ്ങൾക്ക് സർക്കാർ തരുന്നത് ഈ നാറിയ ഭരണത്തിലാണ് ഞങ്ങൾക്ക് നല്ലൊരു ഫോൺ വേണം. ഞങ്ങൾ സർക്കാർ ജീവനക്കാരാണ് അംഗീകരിച്ചു. ആ അടിസ്ഥാന ശമ്പളം 24,000 ചെയ്യുന്ന ജോലി ഞങ്ങൾ ചെയ്യാൻ പറ്റില്ല എന്ന് പറയില്ല. അതിനുള്ള തുല്യമായ വേദന ഇതാണ് ഞങ്ങളുടെ കാര്യമുള്ള ആവശ്യം. ഈ സമരം തുടങ്ങുന്നതിന് മുമ്പ് ഈ വിഷയം ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു സർക്കാർ. ഞങ്ങൾ ഞങ്ങളെ ചർച്ച ചെയ്ത് മന്ത്രിയെ ചേമ്പറിലേക്ക് വിളിച്ച് ഞങ്ങൾ നിവേദനങ്ങൾ MLAക്ക് മന്ത്രിക്ക് കൊടുത്തു. കഴിഞ്ഞ പ്രാവശ്യം നിയമസഭയിൽ ഞങ്ങൾ അവതരിപ്പിച്ചാണ് മന്ത്രിയെ കണ്ട് ചേമ്പറിൽ ചർച്ചയിൽ ഞങ്ങൾ അനുകൂലമായ തീരുമാനം തന്നിട്ടുണ്ട്. ജോർജ് മന്ത്രിയെ മറുപടി എന്തായിരുന്നു? മറുപടി മാഡം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങളൊന്ന് ധനകാര്യമായിട്ടൊന്ന് ആലോചിച്ചിട്ട് ചെയ്യാറുണ്ട്. ഞങ്ങൾക്കൊരു അനുകൂലമായ മറുപടിയാണ് ഞങ്ങൾ മുഖ്യമായും 10 ആവശ്യങ്ങളാണ് ഉന്നയിക്കുന്നത്. ഇല്ലെങ്കിൽ ഞങ്ങൾ ഈ സമരമുഖത്തേക്ക് ഞങ്ങൾ വരില്ലായിരുന്നു. ഞങ്ങൾക്ക് ഏതെങ്കിലും ഒരു ആവശ്യം പോലും അംഗീകരിക്കാത്ത സർക്കാരിൻ്റെ നിഷേധാത്മകമായ നടപടിയുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾക്ക് ഇപ്പോൾ ഇറങ്ങിത്തിരിക്കേണ്ടി വന്നിരിക്കുന്നത്. ഞങ്ങൾ പറയുമ്പോൾ സമൂഹത്തിൽ ഞങ്ങൾക്ക് മാന്യമായിട്ട് ജീവിക്കാനുള്ളൊരു ശമ്പളം തന്നേച്ചാൽ മതി. ഞങ്ങൾ കൂടുതലൊന്നും നമ്മൾ ഈ സമൂഹത്തിലൊന്ന് ജീവിക്കണമല്ലോ. ഞങ്ങൾ അംഗൻവാടി ജീവനക്കാർക്ക് എല്ലാ ജോലികളും ഗവൺമെൻറ് ഇറക്കുന്ന എല്ലാ പ്രോജക്റ്റുകളും ഏറ്റവും ആദ്യം നടപ്പിലാക്കുന്നത് അംഗൻവാടി താഴെ കിടക്കുന്ന അംഗൻവാടി ജീവനക്കാരാണ്. അപ്പം ഞങ്ങൾ ചെയ്യുന്ന ജോലിക്ക് ആനുപാതികമായിട്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഓണറേറിയം മാറ്റിയിട്ട് ഞങ്ങൾക്ക് അത് സാലറിയിലേക്ക് ആക്കി മാറ്റാൻ ഈ സർക്കാർ ജീവനക്കാരായി അംഗീകരിക്കാം. ഇങ്ങനത്തെ അല്ലെങ്കിൽ ESI ആനുകൂല്യങ്ങൾ തരുക. ഇത് ഇങ്ങനെ ഉന്നയിച്ചുകൊണ്ടുള്ള 10 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഞങ്ങൾ നിവേദനം മന്ത്രി വീണ ജോർജിനും അതുപോലെ ധനകാര്യ വകുപ്പ് മന്ത്രിക്ക് എല്ലാം ഞങ്ങൾ കൊടുത്തിട്ടും അതിലൊരു ആനുകൂല്യം പോലും നമുക്ക് സപ്പോർട്ടായിട്ട് നിൽക്കാത്ത ഒരു സാഹചര്യത്തിൽ മാത്രമാണ് നമ്മൾ ഈ പരോക്ഷമായിട്ട് ഞങ്ങൾ ഈ സമരമുഖത്തേക്ക് ഇറങ്ങി തിരിച്ചത്. ഇതിപ്പോൾ എത്ര ദിവസത്തെ സമരമാണ് പ്ലാൻ ചെയ്തത്? ഇതിപ്പോൾ ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് രാപ്പകൽ സമരമാണ് ഇപ്പോൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾക്ക് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് എന്തെങ്കിലും ഞങ്ങൾ പറയുന്ന ആനുകൂല്യങ്ങൾ ഞങ്ങൾക്ക് തരാത്ത പക്ഷേ ഞങ്ങൾ ഈ സമരമായിട്ട് മുന്നോട്ട് തന്നെ പോകുമെന്നാണ് പറയുന്നത്. ഈ ആശാ വർക്കർമാർ ഇപ്പോൾ 36 ദിവസമായി സമരം ചെയ്യുന്നു. അപ്പോൾ അവർക്ക് ഒരു മറുപടി ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ പ്രതീക്ഷയുണ്ടോ മറുപടി? ഈ സർക്കാരാണല്ലോ, ഈ സർക്കാർ ഇങ്ങനത്തെ ഒരു ഭരണമാണല്ലോ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. 8 വർഷമായിട്ട് ഞങ്ങൾക്ക് ഒരു ആനുകൂല്യങ്ങൾ, ഞങ്ങളുടെ ശമ്പള വർധനവത്തിലോ ഒന്നും നടത്താത്ത ഒരു അറിയ ഭരണം തന്നെ എന്ന് പറയാനേ പറ്റുള്ളൂ. ഈ സർക്കാർ ഇറങ്ങിപ്പോയാൽ മാത്രമേ ഞങ്ങൾക്ക് എന്തായാലും ആനുകൂല്യങ്ങൾ ഉണ്ടാവുള്ളൂ. പക്ഷേ ഞങ്ങൾ എന്തായാലും സമരമുഖത്ത് തന്നെ നിൽക്കുമെന്ന് തന്നെയാണ് ഉറപ്പിച്ച് പറഞ്ഞത്. പഞ്ചായത്ത് നേഴ്സ് അംഗൻവാടി 22,000 രൂപയാണ്. പഞ്ചായത്ത് നേഴ്സ് ടീച്ചർമാർക്ക് ഒരു പഞ്ചായത്തിൽ ഒരു നേഴ്സറിയുടെ ഒരു ടീച്ചറും ഒരു ഹെൽപ്പറേ ഉള്ളൂ ഒരു പഞ്ചായത്ത്. പക്ഷേ ആ ടീച്ചർക്ക് ഒരു ജോലിയില്ല. രാവിലെ 10 മണിക്കൊന്ന് തുറക്കുന്നു. ഒരു കുട്ടിയായാലും 2 കുട്ടിയായിരുന്നാലും ഉച്ചയ്ക്ക് 2 മണിയാകുമ്പോൾ അവർ വിട്ടിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഫീഡിങ്ങും മറ്റു കാര്യമൊന്നുമില്ല. ഉച്ചയ്ക്കുള്ള കഞ്ഞി മാത്രമേ ഉള്ളൂ. നമ്മുടെ പോലത്തെ സർവേയും മറ്റു കാര്യം ഫീൽഡ് വർക്ക് യാതൊന്നുമില്ല. ഇങ്ങനെ മൊബൈലിൽ അടിക്കിൻ്റെ ഗ്രോസറി രേഖപ്പെടുത്തേണ്ട ഒന്നും ചെയ്യില്ല. ആ ഹെൽപ്പറിന് കിട്ടുന്ന 18,000 രൂപ. അവർക്ക് 2 മാസത്തെ സ്കൂൾ ലീവ് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ഒരു ലീവ് പോലും ഇല്ല. കളക്ടർ പ്രഖ്യാപിക്കുന്ന പൊതു ലീവ് പോലും ഞങ്ങൾക്ക് തരില്ല. ഞങ്ങളുടെ വീട്ടിലെ ഞങ്ങളുടെ ഒരു അമ്മ മരിച്ചു കഴിഞ്ഞാൽ ആ സ്ഥാനത്ത് അമ്മയുടെ ബോഡി കാണാൻ പോകുന്നുവെങ്കിൽ ആ സ്ഥാനത്ത് അംഗൻവാടിയിൽ ഒരു ഹെൽപ്പർ ഇല്ലായിരുന്ന നമ്മുടെ
എവിടുന്നെങ്കിലും ദത്തെടുക്കും പോലെ ICDS ഓഫീസിൽ അറിയിച്ചിട്ട് അവിടുന്ന് ഒരു ആളിനെ കൊണ്ടുവന്ന ഒരു ഹെൽപ്പറെ ഒരു വർക്കറെ കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ അംഗൻവാടി വിട്ടു പോകാൻ സാധിക്കുള്ളൂ. അപ്പോൾ അത്ര നിർബന്ധമായിട്ടാണ് നമ്മുടെ ഈ അംഗൻവാടി പ്രവർത്തനം നമ്മൾ കൊണ്ടത് ചെയ്യിക്കുന്നത്. നമുക്ക് ജോലി ചെയ്യാം, പക്ഷെ നമുക്ക് അതിന് തക്കതായിട്ടുള്ള ഓണറേറിയം ശമ്പളം നിങ്ങൾക്ക് തന്നാൽ ഒരു പ്രശ്നവും ഞങ്ങൾക്കില്ല. അതുപോലെ തന്നെ ഞങ്ങളുടെ ഉത്സവബത്ത 1200 രൂപയാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. പക്ഷെ അത് ഞങ്ങൾക്ക് 5000 രൂപയായിട്ട് വർദ്ധിപ്പിക്കണം. അതുപോലെ തന്നെ ഞങ്ങൾക്ക് കിലോമീറ്റർ കണക്കാക്കി പ്രോജക്റ്റ് മീറ്റിങ്ങിന് പോകുന്നതിന് 4 വർഷം കൊണ്ട് 250 രൂപ TE ഉണ്ടായിരുന്നു. അതിപ്പോൾ 350 രൂപയായിട്ട് സർക്കാർ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ആ കാശുമില്ല, നിന്ന കാശുമില്ല, തന്ന കാശുമില്ല, ഒന്നുമില്ല. അത് ഞങ്ങൾക്ക് 4 വർഷത്തെ കുടിശ്ശിക ഒരുമിച്ച് തരണമെന്നുള്ള ഒരു അപേക്ഷയും ഇതോടൊപ്പം വെച്ചാണ് ഞങ്ങളുടെ ഈ സമരം നടക്കുന്നത്. ഞങ്ങളുടെ വയസ്സായ കാലത്ത് ഞങ്ങൾക്ക് മരണശൈലിയിൽ കിടന്ന ഒരു മരുന്നിന് പോലും ഞങ്ങൾക്ക് കാശില്ല. അത് ഞങ്ങൾക്ക് എന്തെങ്കിലും 5 ലക്ഷം രൂപയെങ്കിലും തന്ന് ഞങ്ങളെ പറഞ്ഞയക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യം. ഞങ്ങൾ കൊടുക്കുന്ന ക്ഷേമനിധി വിഹിതം പോലും ഇപ്പം ഡയറക്ടറേറ്റിൽ 1 രൂപ പോലും ഇല്ലാതെ ഓരിയെല്ലാം വകമാറ്റി അവർ ചെലവാക്കി കഴിഞ്ഞു. ഇതിനെന്തെങ്കിലും ഒരു പ്രതിവിധി ഞങ്ങൾക്ക് നേടിത്തരണം. ഞങ്ങളുടെ സമരം ഇനിയും വിജയിപ്പിക്കേണ്ടത് ഈ ഒരൊറ്റ അവതാരത്തിൽ മാത്രമേ നടത്താൻ സാധിക്കുകയുള്ളൂ. അതിലേക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഈ വ്യാപക സമരം നടത്തുന്നത്.